നമസ്കാരം. രാഹുൽ ഗാന്ധി രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള ഈ അടുത്ത കാലത്തെ പല കാര്യങ്ങൾക്ക് നേരെയും മുഖം തിരിഞ്ഞുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനെ ശക്തമായി എതിർക്കുവാനും ശ്രമം നടത്തിയിട്ടുണ്ട്, പ്രക്ഷോഭങ്ങൾ നയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതെന്തിനായിരിക്കാം? ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഫണ്ടിങ് തന്നെയാണ്. തീർച്ചയായിട്ടും കോൺഗ്രസിനെ ഇപ്പോൾ ഫണ്ട് ചെയ്യുന്നത് ആരാണെന്നുള്ളതാണ്. ലോകത്തിലെ പല രാജ്യങ്ങൾ, ഇപ്പോൾ അമേരിക്കയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ലോബിങ് ഉണ്ട്. ലോബിങ് വളരെ ലീഗലൈസ്ഡ് ആണ്. വളരെ ലീഗലായിട്ടുള്ള ചില നീക്കങ്ങളിലൂടെ അവിടെ ലോബിങ് നടത്താറുണ്ട്. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ ഈ ലോബിങ്ങിന് വശംവദരായിട്ട് പല തീരുമാനങ്ങളും എടുക്കാറുണ്ട്. പക്ഷേ അതൊന്നും രാജ്യത്തിനെ വലിയ രീതിയിൽ ബാധിക്കുന്നതായി അല്ല. രാജ്യത്തിൻ്റെ തീരുമാനങ്ങളെയോ നയങ്ങളെയോ ഒന്നും ബാധിക്കാറില്ല. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ചലനങ്ങൾ ഈ രീതിയിൽ അല്ല എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇതിനെക്കുറിച്ച് ചില വ്യക്തമായിട്ടുള്ള ചില വിവരങ്ങൾ തന്നെ, നിർണായകമായ വിവരങ്ങൾ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കാറുമുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയുടെ ചില തീരുമാനങ്ങൾ, പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്തൊക്കെ ബ്രഹ്മോസ് വഴിയുള്ള ആക്രമണം, മെയ് 7-ാം തീയതി നടത്തിയ ആക്രമണത്തിൻ്റെ കാര്യത്തിലോ, അല്ലെങ്കിൽ അവിടുത്തെ കിരാന കുന്നുകൾക്ക് മുകളിൽ ഉണ്ടായിരുന്ന അവിടുത്തെ ആണവശേഖരത്തിൻ്റെ കാര്യത്തിൽ ഭാരതം എടുത്ത ഒരു നിർണായക നിലപാട്, നിർണായകമായ ഒരു സ്റ്റെപ്പ്, അവരുടെ ആണവശേഖരം തന്നെ നശിപ്പിച്ചു കഴിഞ്ഞ കാര്യത്തിലോ, അല്ലെങ്കിൽ ബലാക്കോട്ടിൽ ഭാരതം നടത്തിയ ആക്രമണത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ ഒരു ശത്രു രാജ്യം ചോദിക്കുന്നത് പോലെ തന്നെ രാഹുൽ ഗാന്ധി പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട്. ഇതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാര്യം ഫണ്ടിങ് തന്നെയാണ്. കോൺഗ്രസ്സിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഫണ്ടിങ് വേണം എന്നുള്ളതാണ്. അത്തരം ഫണ്ടിങ് ഇല്ലാതെ രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ കോൺഗ്രസ്സിനോ പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പല ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളിലൂടെ, പല ഭാഗത്തു നിന്ന് ആൾക്കാർ നമുക്ക് നൽകുന്ന വളരെ തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ പറയുന്ന ചില അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നമ്മൾ നേരിട്ട് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ, ചില ആൾക്കാരുടെ പേരുകളൊന്നും വെളിപ്പെടുത്താൻ സാധിക്കില്ല, അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിൽ പല ആൾക്കാരും കോൺഗ്രസുമായിട്ട് വളരെയധികം അടുത്തു നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതും. അതുകൊണ്ടൊക്കെ തന്നെയാണ് വളരെ നമുക്ക് ഇതിനെ ഏറെക്കുറെ ഉറപ്പ് എന്നുള്ള രീതിയിൽ തന്നെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുവാനായിട്ട് കഴിയുന്നത്. അതായത് ഈ രീതിയിൽ ഫണ്ടിങ് രാഹുൽ ഗാന്ധിക്കും മറ്റ് നടക്കുമ്പോഴായി സ്വാഭാവികമായിട്ടും അവർക്ക് അനുസൃതമായിട്ട് രാഹുൽ ഗാന്ധിക്ക് തൻ്റെ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ തൻ്റെ പ്രവൃത്തികൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗതിയിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പോക്കിലൂടെ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തന ശൈലിയിലൂടെയോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തിനായിരിക്കാം വനിതാ സംവരണത്തെ എതിർക്കുവാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഡീലിമിറ്റേഷനെ എതിർക്കുവാനൊക്കെ ശ്രമിക്കുന്നത്? ഡീലിമിറ്റേഷൻ രാജ്യത്ത് വളരെയധികം ആവശ്യമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഓരോ ജനതയ്ക്കും ആ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതിന് അർഹമായ സ്വാതന്ത്ര്യമുണ്ട്, ജനാധിപത്യപരമായിട്ടുള്ള അവകാശമുണ്ട്. നമ്മുടെ വോട്ടിന് വിലയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ രാജ്യത്ത് വില? ഓരോ പൗരൻ്റെയും വോട്ടിന് വളരെ നിർണായകമായ മൂല്യമുണ്ട്. ആ മൂല്യത്തെ നശിപ്പിക്കുന്ന ഒന്നാണ് ഒരു കാലത്തും ഡീലിമിറ്റേഷൻ നടപ്പിലാകാതെ ഇരിക്കുന്ന അവസ്ഥ. ഉദാഹരണത്തിന് ഉത്തർപ്രദേശിൽ 26 കോടി ജനതയാണ് ഉള്ളത്. ഈ 26 കോടി ജനതയ്ക്കും ചേർന്ന് 80 സീറ്റ് മാത്രമാണുള്ളത്. അവിടെ വ്യക്തമായ ഒരു ഭാഗതയും അവിടുത്തെ ജനതയ്ക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നേരെ ബീഹാറിലേക്ക് പോയാലോ, അവിടുന്ന് പശ്ചിമ ബംഗാളിലേക്ക് പോയാലോ, ഈ ഭാഗങ്ങളിലൊക്കെ പോയാലും നമുക്ക് ഇത് തന്നെയാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതായത് പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യം പാർലമെൻറ്റിൽ, ലോക്സഭയിൽ ഇല്ലാതാക്കുവാനുള്ളൊരു ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നൊക്കെയാണ് അവരുടെ വാദം. പക്ഷേ ഈ വാദത്തെ അവരിൽ കൂടെ തന്നെ നമുക്ക് പൊളിച്ചു കളയുവാൻ പറ്റും. കാരണം ഈ വാദത്തിന് യാതൊരു തരത്തിലുള്ള സാധ്യതയുമില്ല. പ്രത്യേകിച്ചും ഈ ബില്ലിനെ എതിർക്കുന്ന ആൾക്കാരെ ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭരണം നടത്തിയിരുന്ന പാർട്ടിയാണ്. അഖിലേഷ് യാദവിൻ്റെ, ഇപ്പോഴത്തെ അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയാണ്, മുലായം സിംഗ് യാദവിൻ്റെ പാർട്ടിയാണ്. അപ്പോൾ അത്തരത്തിലൊരു പാർട്ടിക്ക് എങ്ങനെയാണ് ഈ രീതിയിൽ ഈ ബില്ലിനെ എതിർക്കുവാൻ വേണ്ടിയിട്ട് കഴിയുക? അതിന് ഒരു രീതിയിലുള്ള സാധ്യതയുമില്ല. കാരണം ഉത്തർപ്രദേശിൽ കൂടുതൽ സീറ്റ് നേടിയെടുക്കുമ്പോൾ അവിടെ സ്വാധീനമുള്ള ഒരു പാർട്ടിക്ക്, വളരെ കൃത്യമായ സ്വാധീനമുള്ള പാർട്ടിക്ക് തീർച്ചയായിട്ടും ഉയർന്നു വരാൻ കഴിയണം. BJP അവിടെ ഇപ്പോൾ ഭരണം നടത്തുന്നുണ്ട് എങ്കിൽ അത് അവരുടെ മേന്മ കൊണ്ടാണ് തുടർ ഭരണം ലഭിക്കുന്നത്. ഇങ്ങനെ പല സംസ്ഥാനങ്ങളും എടുത്താൽ മമതാ ബാനർജി ഇതിനെ എതിർക്കുന്നു. അപ്പോൾ ഈ എതിർപ്പുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുവാൻ കഴിയും അവർക്ക് ജനങ്ങളുടെ അടുത്തുള്ള സ്വാധീനം ഇല്ലാതല്ല, അവരുടെ ഭരണത്തിലോ മറ്റു കാര്യങ്ങളിലോ ഉള്ള
ഭാഗം കൊണ്ടാണ്, വിഷയം കൊണ്ടാണ് അവർ പലപ്പോഴും ജനങ്ങൾ അവരെ തള്ളിക്കളഞ്ഞത് എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ഒക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചതിന് ശേഷം അവരോടൊപ്പം രാഹുൽ ഗാന്ധിയും നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് ജനാധിപത്യത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ്, രാജ്യമെടുത്ത നിർണായകമായ സ്റ്റെപ്പിനെതിരെയുള്ള വെല്ലുവിളിയാണ്. അതിനേക്കാളൊക്കെ ഉപരി ഈ പാർട്ടികൾക്കകത്തുള്ള ഈ സഖ്യകക്ഷികൾക്കകത്തുള്ള ചില പ്രത്യേക മതപരമായ താല്പര്യമുള്ള കക്ഷികളുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ കേരളത്തിൽ അവരെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു കാരണവശാലും ഒരു സ്ത്രീ സംവരണത്തെ അനുകൂലിക്കേണ്ട കാര്യമില്ല. കാരണം അവർ സ്ത്രീ സംവരണത്തെയോ സ്ത്രീകൾ പൊതുവേദിയിൽ എത്തുന്നതിനെയോ എതിർക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവരതിനെ എതിർക്കും. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് പോലുള്ള പ്രസ്ഥാനങ്ങൾ ഈ അടുത്ത സമയത്താണ്, കഴിഞ്ഞ ഇലക്ഷനിലൊക്കെയാണ് 2 സീറ്റെങ്കിലും സ്ത്രീകൾക്ക് നൽകുവാനിടയായത്. അപ്പോൾ അങ്ങനെ സ്ത്രീ സംവരണത്തെ എതിർക്കുന്ന, സ്ത്രീകൾ മുഖ്യധാരയിൽ വരുന്നതിനെ എതിർക്കുന്ന പാർട്ടികൾ കൂടെ ഉള്ളപ്പോൾ, അതോടൊപ്പം തന്നെ ഫണ്ടിങ്ങുകൾ ഉള്ളപ്പോൾ രാജ്യത്തിന് വളരെ നിർണായകമായ ഒരു വലിയ മുന്നേറ്റം ലഭിക്കുന്ന ഒരു ബില്ലാണ് ഇത്. കാരണം ഒരു ജെൻഡർ, സ്ത്രീ എന്ന് പറയുന്ന ജെൻഡർ വളരെ നല്ല രീതിയിൽ മുഖ്യധാരയിൽ എത്തിക്കഴിഞ്ഞാൽ രാജ്യം സാമ്പത്തികമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതിനെ എതിർക്കുകയാണെങ്കിൽ, തീർച്ചയായും അതിനെതിരെ നീങ്ങുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം രാജ്യത്തിനെതിരെയാണ് ഇവർ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൽ ചില ഫണ്ടിങ്ങുകൾ പല ഇടങ്ങളിൽ നിന്ന് വരുന്നുണ്ട് എന്ന് സംശയിച്ചാൽ നമുക്കതിനെ ഒരു രീതിയിലും തെറ്റു പറയാൻ പറ്റില്ല. അത് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് പറയുവാൻ പറ്റുന്ന ഒരു കാര്യവും കൂടിയാണ്. കാരണം അത്തരം സംശയങ്ങൾ കഴമ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇനി അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങൾ, ഇപ്പോൾ GSTയുടെ കാര്യത്തിൽ പോലും എതിർപ്പുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 370 ആർട്ടിക്കിൾ 370 പിൻവലിക്കുന്നത് കൊണ്ട് എന്താണ് നേട്ടം, എന്താണ് കോട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോട്ടമില്ല. നേട്ടം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേട്ടം മാത്രമേ ഉള്ളൂ. കാരണം കഴിഞ്ഞ ഏകദേശം 70 വർഷത്തോളം കാലം കാശ്മീരിലേക്ക് ലഭിച്ച ഫണ്ടുകളൊക്കെ എവിടെയാണ് പോയത്? അത് ചില കുടുംബങ്ങൾ പങ്കിട്ടെടുത്തു. അവിടെ രാഷ്ട്രീയ സ്വാധീനമുള്ള ചില കുടുംബങ്ങൾ പങ്കിട്ടെടുത്തു. അതോടൊപ്പം തന്നെ വിഘടനവാദികൾ, അവിടെ ഭരിച്ച മുഖ്യമന്ത്രിമാരൊക്കെയാണ് ഈ കാര്യങ്ങൾ ഫണ്ട് പലപ്പോഴായിട്ട് ഇത് പകുത്തെടുക്കുന്നത്. അവിടുത്തെ ജനതയ്ക്ക് ഒരു രീതിയിലുമുള്ള ഒരു സ്വാധീനം ഈ ഫണ്ടിന്മേലില്ലാത്ത ഒരു സാഹചര്യം തന്നെ കശ്മീരിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ലീക്കേജ്, PDS വഴിയുള്ള പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴിയുള്ള ലീക്കേജ് വളരെ വലിയ രീതിയിലായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ലീക്കേജിനെ തടയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു കേന്ദ്ര സർക്കാർ, NDA സർക്കാർ ആദ്യം അധികാരത്തിൽ വരുന്നപ്പോൾ തന്നെ ജാം ട്രിനിറ്റി, ജൻധൻ ആധാർ മൊബൈൽ വഴിയുള്ള ഈ ജാം ട്രിനിറ്റി കൊണ്ടുവന്നത്. അതിനെപ്പോലും എതിർത്ത് വളരെ ഡയറക്റ്റായിട്ട് ബെനിഫിറ്റുകൾ കിട്ടുന്ന തരത്തിലായിരുന്നു ഈ സ്കീം ആവിഷ്കരിച്ചത്. അപ്പോൾ ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും അതിന് പിന്നിലെ ഘടകം? സബ്സിഡി സാധാരണക്കാരന് ലഭ്യമാകണം, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ക്യാഷ് ട്രാൻസ്ഫർ സാധാരണക്കാരന് കിട്ടണം. അങ്ങനെ സാധാരണക്കാരന് കിട്ടിയെങ്കിൽ മാത്രമേ അവന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഒരേ രീതിയിൽ സബ്സിഡി പണക്കാരനും പാവപ്പെട്ടവനും ഒരുപോലെ കൊടുക്കുന്നതിൽ എന്താണ് ഗുണം? പണക്കാരൻ വീണ്ടും പണക്കാരനായിരിക്കും, പാവപ്പെട്ടവൻ വീണ്ടും പാവപ്പെട്ടവനായി തന്നെ തുടരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇതിൽ മാറ്റം വരുത്തുകയും പാവപ്പെട്ടവനെ വീണ്ടും അവൻ്റെ ജീവിത ചെലവിലും ജീവിത രീതിയിലും മാറ്റം കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ജാം ട്രിനിറ്റി കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ളതായ നിർണായകമായ പല വിഷയങ്ങളിലും ഇത്തരം എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നതിന് പിന്നിൽ വളരെ വലിയ രീതിയിലുള്ള വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, പ്രാദേശികമായിട്ടല്ല ബാഹ്യമായിട്ടുള്ള ഇടപെടലുകൾ തന്നെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നത് എന്ന് സ്വാഭാവികമായി സംശയിക്കാം, അല്ലെങ്കിൽ ഉറപ്പ് വരുത്തിയാൽ നമുക്ക് യാതൊരു തരത്തിൽ നമുക്ക് ആരെയും തടയുവാനായിട്ട് കഴിയില്ല. രാഹുൽ ഗാന്ധി അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ ഭാരതം നടത്തുന്ന നിർണായകമായ യുദ്ധത്തിൽ ഭാരതത്തിന് പിന്നിൽ നിന്ന് ആക്രമിക്കുക, ഭാരതത്തിനെ ഗുണകരമായ രീതിയിൽ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന വളരെ നിർണായകമായ തീരുമാനങ്ങളെ എതിർക്കുക, പഹൽഗാം ഉൾപ്പെടെയുള്ള ഭീകരവാദ ആക്രമണങ്ങൾ നടക്കുമ്പോൾ രാജ്യത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റാൻഡുകൾ സ്വീകരിക്കുക, ഇതൊക്കെയും ഇതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ വിലയിരുത്തുവാൻ കഴിയുള്ളൂ. ഇതൊക്കെ ഒരു ലോബിയിങ്ങിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് കാണുവാനൊക്കെ കഴിയുകയുള്ളൂ.
അപ്പോൾ അത്തരത്തിൽ പല രീതിയിലും പ്രതിപക്ഷം ഈ പല കാര്യങ്ങൾക്കെതിരെയും ഈ ഒരു സ്റ്റാൻഡാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ അധികം നാളുകളായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ചില സമയങ്ങളിൽ വലിയ ഫണ്ടൊന്നും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ അവരുടേതായ പാർട്ടി ചാനലുകൾ, ജയ്ഹിന്ദ് ചാനൽ എങ്ങനെയാണ് ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഒരു വലിയ നല്ല രീതിയിൽ വീണ്ടും സംരക്ഷണമൊക്കെ ആരംഭിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നായിരിക്കാം ഈ ഫണ്ട് അവർക്ക് ലഭിച്ചത്, അല്ലെങ്കിൽ എന്ത് നേട്ടത്തിനുമായിരിക്കാം ഈ ഫണ്ടുകൾ ഉപയോഗിച്ചത്? അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്തിനായിരിക്കാം ഇവർക്കൊപ്പം നിൽക്കുന്നത്? ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ സ്റ്റാൻഡ് എങ്ങനെയായിരിക്കും? ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ രാജ്യത്തിന് വേണ്ടിയിട്ടല്ലല്ലോ ഒരു കാലത്തും നിലകൊണ്ടിട്ടുള്ളത്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുമ്പോൾ മതപരമായ മതവർഗീയതയിലൂടെ ഭീകരവാദത്തിലൂടെ രാജ്യത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഈ പ്രസ്ഥാനങ്ങൾക്ക് കൂടെ എന്തിനായിരിക്കാം ഇവർ നിൽക്കുന്നത്? വ്യക്തവും തികച്ചും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തികച്ചും പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഫണ്ടും മറ്റും, അതോടൊപ്പം തന്നെ ഇലക്ഷനിലുള്ള നേട്ടം. ഈ നേട്ടം നേടിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ പൗരന്മാർക്ക് വേണ്ടിയിട്ടായിരിക്കില്ല ഇവർക്ക് ഭരണം നടത്തേണ്ടി വരിക, മറ്റ് ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും. പഹൽഗാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാകിസ്ഥാൻ അമേരിക്കയിൽ തന്നെ വലിയ രീതിയിലുള്ള ഫണ്ടിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. ഈ ഫണ്ടിങ്ങുകൾ നടത്താൻ അവിടെ ലോബിങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ലോബിങ് നടത്തിക്കൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങളെ ബാക്ക് ചെയ്തുകൊണ്ട് ഇവിടുന്ന് ഈ പ്രതിപക്ഷ നേതാവൊക്കെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവരെ സംശയിക്കുവാൻ പറ്റുന്നത് ഈ തരത്തിൽ തന്നെയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ ഭാരതത്തിൽ നിന്ന് പിന്നീട് വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് പോകാം. കാരണം ഇറ്റലിയിലൊക്കെ രാഹുൽ ഗാന്ധിക്ക് പൗരത്വം ഉണ്ട് എന്നൊക്കെ തരത്തിലാണ് ഇപ്പോൾ കേസുകൾ പോലും വന്നത്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ, പക്ഷേ ഭാരതത്തിൻ്റെ പൗരന്മാർക്ക് ഇവിടെ ജീവിച്ചല്ലേ മതിയാകുകയുള്ളൂ, അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് നീക്കിയല്ലേ മതിയാകുകയുള്ളൂ. എന്തിനായിരിക്കാം ഇത്തരം കാര്യങ്ങൾക്ക് എതിർക്കുന്നത്? അത് ഭാരതത്തിൻ്റെ പൗരന്മാർ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരുടെ വാഗ്ധോരണികളിൽ മയങ്ങിക്കൊണ്ട് ഇവർക്ക് പിന്നാലെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ബംഗാൾ ഉൾപ്പെടെ ബംഗാളും തമിഴ്നാടും ഒക്കെ ഇലക്ഷൻ നടക്കുന്ന, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടക്കുന്ന ഒരു സമയമാണ്. ഇത്തരം ചില വാചകങ്ങളിലൂടെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുവാനാണ് ഇവർ സദാ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ബംഗാളിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വാർത്ത ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം. ഇതൊന്നും വെറുതെയല്ല, ഒരു ലോബിയിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ കർഷക സമരം നടന്നപ്പോൾ എന്തായിരുന്നു ഇവർ ചെയ്തത്? ചില ടൂൾ കിറ്റുകൾ അതിനിടയിൽ തന്നെ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും വളരെ സാമ്പത്തികമായിട്ട് ഭാരതത്തിന് ബാക്ക് ചെയ്യുന്ന തരത്തിലുള്ള പിന്തുണയ്ക്കുന്ന പല സംസ്ഥാനങ്ങളെയും വെള്ളത്തിലാക്കുവാനുള്ള തീരുമാനമായിരുന്നു. അത് കാർഷിക ബില്ല് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ വളരെ സ്വാഭാവികമായിട്ടും അവിടുത്തെ കൃഷിക്കാർക്ക് ഏറെ ഗുണകരമായ കാര്യമാണ്. ഇപ്പോൾ വ്യവസായ സ്ഥാപനങ്ങൾക്കെതിരെ നടക്കുന്ന സമയം ആസൂത്രിതമായിട്ടുള്ള സമരം തന്നെയാണ്. ആദിത്യൻ ആനന്ദിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം. ആ സമരം തന്നെ പല സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുവാനാണ് അവർ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ പിന്നിലും വളരെ വലിയ ഗൂഢമായ ശക്തികളുണ്ട്. അതിനെ പിന്തുണയ്ക്കുവാനും ഈ പ്രതിപക്ഷം തന്നെ പോകും. ഇതിനോടകം തന്നെ അവിടെ MA ബേബി ഉൾപ്പെടെയുള്ള സഖാക്കന്മാർ എത്തിയിട്ടുണ്ട്. ഇനിയും പല ആൾക്കാർ അങ്ങോട്ട് ഒഴുകിയെത്തും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ പിന്നിൽ തീർച്ചയായിട്ടും വളരെ വ്യക്തമായ ലോബിയിങ് കരങ്ങൾ ഉണ്ട് എന്ന തരത്തിലുള്ള സംശയങ്ങളാണ് ഉയരുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.